റേഷൻ വ്യാപാരികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായും പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ബൈസൺ വാലിയിലെ റേഷൻ കടയിലെ ജീവനക്കാരിയെ മർദ്ദിച്ച സംഭവം. ഓണക്കാലത്തും വ്യാപകമായ ആക്രമണങ്ങൾ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കുന്നതെന്നും അസോസിയേഷൻ നേതൃത്വം ആരോപിച്ചു. പോസ്റ്റ് നെറ്റ് സെർവർ തകരാർ മൂലം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും റേഷൻ വ്യാപാരികൾ മർദ്ദനങ്ങൾക്ക് വിധേയമാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇക്കഴിഞ്ഞ ഓണനാളിലും ഇടുക്കിയിൽ ഇത്തരത്തിൽ ആക്രമണമുണ്ടായി. ഉടുമ്പൻചോല താലൂക്കിൽ ബൈസൺവാലി 6-ാം നമ്പർ റേഷൻ കടയിലെ ജീവനക്കാരിയെ അകാരണമായി മാരകമായി മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കാർഡുടമയുടെ പേരിൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സംഘടന സംസ്ഥാന മീഡിയ കൺവീനർ സോണി കൈതാരം പറഞ്ഞു. കടയിൽ തിരക്കായിരുന്നു. ചില ആളുകളുടെ വിരൽ പതിയാതെ വരുമ്പോൾ വീണ്ടും പരിശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് താമസം നേരിടും. മറ്റ് തടസ്സങ്ങളൊന്നും ഒന്നുമല്ല. യാതൊരു കാരണവുമില്ലാതെ അകാരണമായിട്ടാണ് ഇന്നലെ ആ മർദ്ദനം ഉണ്ടായത്. അതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇത് നിരന്തരമായി ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഓണക്കാലത്തിന് ഭക്ഷ്യക്കിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എവൈക്കാണ് കിറ്റ് കൊടുക്കുന്നത്. ഒരു മുൻഗണനാക്കാരൻ ചെന്ന് ഒരു വ്യാപാരിയെ മർദ്ദിച്ച സംഭവം കൊന്നത്തടിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് പോലീസ് കേസ് വരുമ്പോൾ വളരെ ചെറിയ എളിയ നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത്. പരിക്കേൽക്കുന്ന റേഷൻ വ്യാപാരി അവൻ്റെ കുടുംബത്തിനാണ് നഷ്ടം വരുന്നത്. അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് അവശ്യ സർവീസ് മേഖലയായി റേഷൻ വ്യാപാരം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജീവൻ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന മീഡിയ കൺവീനർ എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സംസ്ഥാന സർക്കാർ അവശ്യ സർവീസ് മേഖലയായി പൊതുവിതരണ രംഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റേഷൻ വ്യാപാരികളെ അകാരണമായി മർദ്ദിക്കുന്നവർക്കെതിരെ നിസ്സാര കുറ്റങ്ങൾ മാത്രം ചുമത്തി കേസെടുക്കുന്ന രീതി മാറ്റി ശക്തമായ നിയമങ്ങൾ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിക്കണമെന്നും കാണിച്ച് ഭക്ഷ്യമന്ത്രിക്ക് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകുമെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.